ബഹുമാനരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഉമ്മു സായിബ റളിയല്ലാഹു തആല അൻഹയെ കാണുന്നതിന് വേണ്ടി അവരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരെന്തൊക്കെയോ പരിതപിച്ചുകൊണ്ട് എന്തൊക്കെയോ പുലമ്പുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, എന്താണ് ഈ പിറുപിറുപ്പ്, എന്താണ്, എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, സ്വന്തമായി ഒറ്റയ്ക്കിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, നബി അൽഹുമായ റസൂലല്ലാഹ്, നബി പനി പിടിച്ചിരിക്കുകയാണ്. പനി പിടിച്ചതിൻ്റെ അസ്വസ്ഥത കാരണമാണ് താൻ എന്തൊക്കെയോ പറയുന്നത് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തസ്ബുൽ ഹുമ, ഒരു കാരണവശാലും പനി എന്നല്ല ഒരു രോഗത്തെയും നിങ്ങൾ ശപിക്കാൻ പാടില്ല, അതിനെ നിങ്ങൾ ആക്ഷേപിക്കാൻ പാടില്ല, മോശം പറയാൻ പാടില്ല. കാരണം ഉലയിലിട്ട് ഇരുമ്പിൽ നിന്ന് തുരുമ്പുകൾ നീക്കം ചെയ്യുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ പാപങ്ങളെ കഴുകിക്കളയുന്ന, അതിൽ നിന്ന് അവനെ മുക്തനാക്കുന്ന ശുദ്ധീകരണ പ്രവൃത്തി കൂടിയാണ് രോഗങ്ങൾ ഓരോന്നുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണ് രോഗമെന്നുള്ളത്. രോഗാവസ്ഥ എന്നുള്ളത് മനുഷ്യൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് കൂടെ തന്നെ ഉള്ളതാണ് എന്ന് കണക്കാക്കാവുന്ന വിധം ഓരോ മനുഷ്യനും, ചെറുതും വലുതുമായ എല്ലാ മനുഷ്യരും ഓരോ ദിവസങ്ങളിൽ ആരോഗ്യം, രോഗം ഇത് മാറി മാറി വന്നു പോകുന്നൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. ഈ രോഗാവസ്ഥയിൽ പലപ്പോഴും നമ്മൾ അക്ഷമരാകാറാണ് പതിവ്. ചില രോഗങ്ങൾ നമ്മളെ തീരെ തളർത്തി കളയുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. രോഗങ്ങൾ എന്ന് നിത്യമായിട്ട് നമ്മൾ ഒരുപാട് നമ്മുടെ വീടകങ്ങളിൽ ഏതൊരു വീട്ടിനകത്ത് നോക്കിയാലും ഒക്കെ നിരന്തരമായി രോഗങ്ങൾക്ക് ചികിത്സ തേടുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിയും. കൊച്ചുകുട്ടികളടക്കം ക്യാൻസർ ബാധിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളുടെ ഒരു സമൂഹം, സൊസൈറ്റി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥയിലൊക്കെ മനുഷ്യൻ വല്ലാതെ തകർന്നു പോകുന്ന, മാനസികമായി വല്ലാതെ പിറകോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. പലപ്പോഴും പടച്ചവനെ പോലും മറക്കാൻ ഇത്തരം നിരന്തരമായ രോഗങ്ങൾ കാരണമാകുന്നുണ്ട്. ഈ കൊച്ചുകുട്ടികൾക്ക് പോലും, ജനിക്കുന്ന വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പോലും ക്യാൻസർ ഉണ്ടാവുക, അത് കണക്ക് തന്നെ നന്നായിട്ട് ജീവിച്ചു വരുമ്പോൾ, നല്ല പ്രായത്തിൽ വിവാഹമൊക്കെ കഴിഞ്ഞ് നല്ല കുടുംബജീവിതമൊക്കെ ആരംഭിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ചില തിരിച്ചറിവുകൾ, ക്യാൻസറാണ്, ട്യൂമർ ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ അതോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുകയാണ്. അപ്പോൾ നിരന്തരമായി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി മനുഷ്യർ നമുക്കിടയിലുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഒരുവേളെ ആ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടവരുമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെ മറികടക്കുമെന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ രോഗമെന്നുള്ളത് ഇങ്ങനെ നമ്മൾ വലിയൊരു പ്രതിസന്ധിയാണ്, ഒരു പരീക്ഷണമാണ്, വസ്തുതയായിരിക്കുമ്പോഴും ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയോ വലിയ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയാൻ പറ്റും നമുക്ക്. ഈ രോഗമെന്നല്ല, അള്ളാഹുവിൻ്റെ ഏതൊരു സംവിധാനവും പരീക്ഷണമെന്ന് നമ്മൾ കണക്കാക്കുന്നതെല്ലാം അനുഗ്രഹമാണ്, അനുഗ്രഹമെന്ന് നമ്മൾ കണക്കാക്കുന്നതെല്ലാം പരീക്ഷണവുമാണ് എന്നത് നമ്മൾ സത്യത്തിൽ തിരിച്ചറിയാതെ പോയൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ആരോഗ്യം, രോഗം ഇത് രണ്ടുമാണല്ലോ നമ്മളുടെ മുമ്പിലുള്ളത്. ആരോഗ്യം നമ്മൾ അനുഗ്രഹമായി കണക്കാക്കുന്നു, രോഗം ഒരു പരീക്ഷണവുമായി കണക്കാക്കുന്നു. സത്യത്തിൽ ഇത് നമ്മളൊരു നാണയത്തിൻ്റെ ഒരു വശം മാത്രം നോക്കിയിട്ട് നടത്തുന്ന വിലയിരുത്തലാണ്. ആരോഗ്യം എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ അനുഗ്രഹമാണ്, അതിനൊരു ഭാഗം അങ്ങനെ തന്നെയാണ്, അനുഗ്രഹമാണ്. ദുനിയാവിൽ ആരോഗ്യം എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്, അതിൽ തർക്കമില്ല. പക്ഷേ ഈ ആരോഗ്യത്തിൻ്റെ മറുവശം എന്നുള്ളത് അത് പരീക്ഷണമാണ്, അതിൻ്റെ മറുഭാഗം നമ്മൾ നോക്കാറേയില്ല. അതുപോലെ തന്നെ രോഗമെന്നുള്ളത് അത് പരീക്ഷണമാണ്, അതിൻ്റെ മറുഭാഗം നമ്മൾ നോക്കാറില്ല. അതിൻ്റെ മറുഭാഗം നോക്കുമ്പോൾ അത് അനുഗ്രഹവുമാണ്. അതാ റസൂല് പറയുന്നത്, അജബൻ ലി അംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം വലിയ അത്ഭുതമാണ്. സത്യവിശ്വാസികളുടെ കാര്യങ്ങൾ വലിയ അത്ഭുതം തന്നെയാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈറൻ ലഹു, അവൻ എന്ത് സംഭവിച്ചാലും അവന് ഖൈർ തന്നെയാണത്. അവൻ എന്തുണ്ടായാലും അത് അവന് ഹൈറായി ഭവിക്കുന്നു. അതിന് ആപത്തായിരിക്കാം സംഭവിക്കുക, അല്ലെങ്കിൽ അനുഗ്രഹമായിരിക്കാം ഉണ്ടാവുക. അനുഗ്രഹം ഉണ്ടാകുന്നു. ഒരു വിശ്വാസിക്ക് അനുഗ്രഹം ഉണ്ടായാൽ ശക്കറ, അവൻ അതിന് നന്ദി കാണിക്കും. ആ അനുഗ്രഹത്തിന് നന്ദിയുള്ളവനായി അവൻ ജീവിക്കും. അങ്ങനെ ജീവിച്ചാൽ ഫക്കാന ഖൈറ ലഹു, അപ്പോൾ അത് ഹൈറായി മാറും. അത് റസൂല് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. ഒരു അനുഗ്രഹമുണ്ടായാൽ ആ അനുഗ്രഹത്തിന് നന്ദിയുള്ളവനായി അവൻ ജീവിക്കുന്ന പക്ഷം അത് ഹൈറായി മാറുമെന്ന്. അനുഗ്രഹം അല്ലെങ്കിലും ഹൈർ തന്നെയല്ലേ? അല്ല. അനുഗ്രഹം ഹൈറാകുന്നത് എപ്പോഴാണെന്നറിയുമോ? നമ്മൾ ആ അനുഗ്രഹത്തിന് നന്ദിയുള്ളവനായി ജീവിക്കുമ്പോഴാണ്. നമുക്ക് അള്ളാഹു നൽകിയ ആരോഗ്യം,
അത് അനുഗ്രഹമാണ്. പക്ഷേ ഈ ആരോഗ്യ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ആരോഗ്യം അള്ളാഹുവിന് വഴിപ്പെടുന്നതിലല്ല വിനിയോഗിക്കുന്നത്, അള്ളാഹു ധിക്കരിക്കുന്ന മേഖലയിൽ വിനിയോഗിച്ചു. നമുക്ക് അള്ളാഹു നൽകിയ സമ്പത്ത് അനുഗ്രഹമാണ്. അത് നന്മയിൽ വിനിയോഗിക്കാതെ, നന്ദിയുള്ളവനായി ജീവിക്കാതെ ഈ സമ്പത്ത് യഥേഷ്ടം ഹറാമുകൾക്ക് വേണ്ടി കൈകാര്യം ചെയ്താൽ, ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഹൈറാവില്ല. ആ സമ്പത്ത് അനുഗ്രഹമല്ല, അവന് ഹൈറായി മാറില്ല, ആ അനുഗ്രഹം ആപത്തായി മാറും എന്നാണ് റസൂൽ പഠിപ്പിക്കുന്നത്. അപ്പൊ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ അതിന് നന്ദിയുള്ളവനായി ജീവിച്ചാൽ അത് ഹൈറായി മാറും. അതുപോലെ ആപത്തുണ്ടാകുമ്പോൾ ക്ഷമിക്കുക. ഒരു ആപത്തുണ്ടായാൽ അത് രോഗമാകാം, ദാരിദ്ര്യമാകാം, മറ്റെന്തുമാകാം. ഏതൊരു പ്രയാസമുണ്ടായാലും ആ പ്രയാസം അള്ളാഹു വെച്ചതാണ്, ഇതിന്റെ പിറകിൽ അള്ളാഹു എനിക്കല്ലേ അനുഗ്രഹങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്ന പ്രതീക്ഷയോടെ ക്ഷമിച്ചാൽ തീർച്ചയായിട്ടും അവന് ഹൈറായി മാറും. എത്ര വലിയ സങ്കടവും ഹൈറായി മാറും. അതാ വിശ്വാസിയുടെ കാര്യത്തിന്റെ അത്ഭുതമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രയാസം എങ്ങനെയാണ് ഹൈറാവുക? വേദന തന്നെയല്ലേ, ഇല്ലായ്മ തന്നെയല്ലേ, പട്ടിണി തന്നെയല്ലേ. അതിന് പരിഹാരം, അതിന് മറികടക്കുക എന്നുള്ളതാണ്. അതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും കിട്ടണം. വേദന മാറി സന്തോഷമുണ്ടാകണം, പട്ടിണി മാറി ഭക്ഷണം കഴിക്കാൻ സൗകര്യം ഉണ്ടാകണം. അതല്ലെങ്കിലും ഹൈർ തന്നെയാണ് ഖുർആൻ റസൂൽ പഠിപ്പിക്കുന്നത്. ആ അവസ്ഥ എന്നുള്ളത് പടച്ചവന് നിശ്ചയമാണ്. ഓരോ രോഗവും എന്നാണ് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരെ കൂടുതൽ പരീക്ഷിക്കും. സങ്കടങ്ങൾ നൽകുന്നത് വലിയ സന്തോഷം നൽകാൻ വേണ്ടിയാണ്. സ്വർഗം എന്നുള്ളത് ദുഃഖങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട ഒരു ലോകത്തിന്റെ മറുപുറത്ത് നിൽക്കുന്ന ലോകമാണ്. സങ്കടങ്ങളും പ്രയാസങ്ങളും കടന്നല്ലാതെ, കല്ലുകളും മുള്ളുകളും നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കാതെ സ്വർഗത്തിലെത്താൻ കഴിയില്ല. ആ സ്വർഗലോകത്തേക്കുള്ള യാത്ര പ്രയാസപൂരിതമാണെന്ന് റസൂൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സമൂഹത്തെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും പല രീതിയിൽ. അതൊരു രീതിയാണ് രോഗമെന്നുള്ളത്. ഈ രോഗാവസ്ഥ കടന്നു വരുമ്പോൾ നമ്മൾ തളർന്നിരിക്കേണ്ടവരല്ല. ഈ ഒരു മാനസികമായി പല ആൾക്കാർക്കും രോഗമുണ്ടാകുമ്പോൾ പെട്ടെന്നാണ് തിരിച്ചറിവുണ്ടാവുക. ചെറിയ മുഴയാണ്, അല്ലെങ്കിൽ എൻ്റെ ആന്തരിക അവയവങ്ങൾക്കുണ്ടായ ചില പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകുക. ചിലർക്ക് ക്യാൻസറായി മാറുന്നുണ്ട്, കിഡ്നി ഫെയിലിയർ ആയി മാറുന്നുണ്ട്. ഈ അള്ളാഹുവിൻ്റെ ഒരു അത്ഭുതകരമായ ഒരു സൃഷ്ടിപ്പാണ് മനുഷ്യന് സംവിധാനം. പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ, ലോകത്ത് അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ശരീരത്തിനകത്ത് 5 അടി പൊക്കമുള്ള മനുഷ്യന്റെ അകത്ത് അള്ളാഹുവിന്റെ സംവിധാനങ്ങൾ, അതിനകത്തുള്ള ഏതെങ്കിലും ഒരു ആന്തരിക അവയവത്തിന് കേട് സംഭവിച്ചു കഴിഞ്ഞാൽ മൊത്തം താളം തെറ്റും. മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് സന്തുലിതം തെറ്റും. പിന്നെ മരുന്നുകൾ കഴിച്ചാലും ചികിത്സകൾ ചെയ്താലും ഒന്ന് ശരിയാകുമ്പോൾ ഒന്ന് കേടാകും. ഇത് സ്വാഭാവികമാണ്. പിന്നെ നിരന്തരമായി ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇവിടെയൊക്കെ മനുഷ്യൻ തളർന്നു പോകാൻ പാടില്ല. നമ്മൾ പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്ന പല ആൾക്കാർക്കും ചില രോഗങ്ങൾ തിരിച്ചറിയുന്നതോടുകൂടി മരണമുഖത്ത് നിൽക്കുന്നവനെ പോലെ പിന്നെ ജീവിതം. ആ മരണമുഖത്തുള്ള ജീവിതം പോലെ എല്ലാം അവസാനിച്ചു, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു, എല്ലാം കഴിഞ്ഞു, ഇനി മരണത്തിന്റെ നാളുകൾ എണ്ണിയുള്ള നീക്കങ്ങൾ മാത്രം എന്നൊരവസ്ഥയിലേക്ക് മനുഷ്യൻ ഡെസ്പായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവൻ വിഷാദത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. ഇതല്ല, അത് പാടില്ല. വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ആ രോഗങ്ങളിൽ നിങ്ങൾ ഹൈർ കാണുക. അള്ളാഹു നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് വെച്ചതാണ്. അള്ളാഹു നിങ്ങൾക്കുണ്ടായ ചില തിന്മകളും വീഴ്ചകളും പരിഹരിക്കാനുള്ള പ്രായച്ചിത്തമായിട്ടാണ് രോഗങ്ങൾ നൽകിയത്. അല്ലെങ്കിൽ പരലോകത്ത് നിങ്ങളെ പദവികൾ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. ഇതിനൊക്കെ പുറകിൽ, ഈ വേദനയ്ക്ക് പുറകിൽ നമുക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് വിശ്വസിക്കുന്നിടത്ത് ആശ്വസിക്കാൻ കഴിയും. ഒരു വിശ്വാസി പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. മുസ്ലിമിൻ, ഒരു മുസ്ലിമിനെത്തുന്ന ഏത് അതൻ മറന്നുൻ, രോഗമാകട്ടെ, പ്രയാസമാകട്ടെ, ഒരു കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ പോലും ആ മുള്ളു കൊണ്ടതിന്റെ പേരിൽ പോലും ഒരു വിശ്വാസിക്ക് പാപമോചനവും പരലോകത്ത് ഉയർച്ചയും കൊടുക്കുമെന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അത് രോഗമുണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പിറകിൽ നമുക്കൊരു ചെറിയ വേദന, ഒരു പല്ല് വേദന നമ്മൾ അനുഭവിച്ചാലേ അതിന്റെ പേരിൽ പോലും പ്രതിഫലമുണ്ട്. അതിന്റെ പേരിൽ പോലും പ്രതിഫലം നൽകുന്നവനാണ് നാഥൻ. അതുകൊണ്ട് തളർന്നു പോകാൻ പാടില്ല. അവിടെ തളർന്നു വീഴേണ്ടവർ നാളെ നല്ലത് നടക്കുമെന്ന പ്രതീക്ഷയോടെ അള്ളാഹു ഇതൊക്കെ മാറ്റം ആരോഗ്യമുള്ള അവസ്ഥ തരും എന്നൊരു വീണ്ടെടുപ്പിന്റെ അവസ്ഥയോടുകൂടി പ്രതീക്ഷയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ദ ഫൈനൽ ലിഫ് എന്നൊരു കഥയുടെ ഒരു ചെറിയ കഥ, അവസാനത്തെ ഇല എന്നൊരു കഥയുണ്ട്. ഒരു പെൺകുട്ടി അർബുദം ബാധിച്ച് മരണത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്നൊരു സാഹചര്യം. മരണമല്ലാതെ മറ്റൊന്നും മുമ്പിലില്ല. അതുകൊണ്ട് ആ മരണം കാത്ത് തന്റെ ഫ്ളാറ്റിലെ ഒരു മുറിയിൽ കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പുറത്തൊന്നും കളിക്കാൻ പോകുന്നില്ല, കൂട്ടുകാരുമായിട്ടൊരു ബന്ധങ്ങളില്ല, എല്ലാത്തും വിച്ഛേദിച്ച് വീട്ടിനകത്ത് മരണം കാത്ത് കിടക്കുന്ന അവസ്ഥ. ജനൽ വഴി പുറത്തേക്ക് പോകുമ്പോൾ ഒരു മരച്ചില്ലയിൽ ഏതാനും ഇലകൾ ഇങ്ങനെ കാണാം. ആ പെൺകുട്ടി ഇങ്ങനെ നോക്കും. ഓരോ ദിവസം നോക്കുമ്പോൾ ഓരോ ഇലകളായി കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആകെ ഈ മരച്ചില്ലയിൽ ഇലകൾ നോക്കിയിട്ട് അവൾ അങ്ങനെ കണക്കാക്കാൻ തുടങ്ങി. അവസാനത്തെ ഇല കൊഴിയുമ്പോൾ ഞാനും അവിടെ നിന്ന് കൊഴിഞ്ഞു പോകും. അങ്ങനെ ഓരോ ദിവസവും ഓരോ ഇലകൾ വെച്ച് കൊഴിഞ്ഞു. ഈ പെൺകുട്ടി അവിടെ ഓരോ ദിവസവും എണ്ണിക്കൊണ്ടേയിരുന്നു. എല്ലാ ഇലകളും കൊഴിഞ്ഞു, ഇനി ഒരു ഇല മാത്രം ബാക്കി. അടുത്ത ദിവസം അതും കൊഴിയും. ഞാനും ഇവിടെ അവസാനിക്കുന്നു, എനിക്കും മരണം വന്നിരിക്കുന്നു എന്ന് കണക്കാക്കി അടുത്ത ദിവസം നേരം പുലർന്നു. കുട്ടി ഉണർന്നു.
അവൾ ജീവിതത്തിലേക്ക് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ നോക്കുമ്പോൾ പുറത്തു നോക്കുമ്പോൾ ഇലയും കൊഴിഞ്ഞിട്ടില്ല. അത് വലിയ പ്രതീക്ഷയായി. ആ ഇല അവിടെയുണ്ട്. അടുത്ത ദിവസവും അതുപോലെ ഇല കൊഴിയുന്നില്ല. ഇല കൊഴിയാതിരിക്കുമ്പോൾ ആ കുട്ടിയുടെ ആത്മവിശ്വാസം കൂടിക്കൊണ്ടേയിരുന്നു. ആത്മവിശ്വാസം കൂടിയതനുസരിച്ച് മരുന്നിനോട് പോസിറ്റീവായി പ്രതികരിച്ചു. ആ രോഗത്തിൽ നിന്ന് അവൾ മോചിതയായി പുറത്തു വന്നു. അപ്പോഴും ആ ഇല കൊഴിഞ്ഞിട്ടില്ലായിരുന്നു. സത്യത്തിലെ ഇല കൊഴിഞ്ഞു പോയിട്ട് ദിവസങ്ങളായിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ മനോഭാവം മനസ്സിലാക്കി, മനോനില മനസ്സിലാക്കിയിട്ട് ഒരു ചിത്രകാരൻ മനോഹരമായി ജന്നൽപ്പുറത്തെ കാഴ്ചകളെ ചിത്രമാക്കിയിട്ട് ആ ജന്നലിനോട് ചേർത്ത് വെച്ചു. അതാണ് നമ്മൾ എല്ലാ ദിവസവും കാണുന്നത്. ആ ഇല കൊഴിയുന്നില്ല എന്ന്. അപ്പൊ ആ ഇല കൊഴിയുന്നില്ല എന്ന പ്രതീക്ഷ അവളുടെ വിശ്വാസത്തിലേക്ക് വന്നത് പലപ്പോഴും രോഗികൾ തളർന്നു പോകുന്നത് പോലെ ഇവിടെയാണ്. ഇവിടെ എല്ലാം അവസാനിച്ചു എന്ന് മനുഷ്യൻ മാനസികമായി തകർന്നിടത്താണ് അവൻ രോഗത്തിന് അനുകൂലമായി പ്രതികരിക്കാതിരിക്കുന്നത്, ആ ചികിത്സയ്ക്ക് അനുകൂലമായിട്ട് പ്രതികരിക്കാതിരിക്കുന്നത്. പലപ്പോഴും മനുഷ്യന് മരുന്ന് പോലും ഏശാതിരിക്കുന്നത് മനസ്സ് തകരുമ്പോഴാണ്. മനുഷ്യൻ പകുതി മരിക്കുന്നത്. ചില ആൾക്കാർ ട്യൂമറൊക്കെ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും അത് എത്രയോ വർഷങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്, അത് വളരെ വലുതായിട്ടുണ്ട്. പക്ഷെ ആ അത്രയും കാലം അറിയുന്ന ദിവസം വരെ ഈ മനുഷ്യൻ അതിന്റെ വേദനകളോ സങ്കടങ്ങളോ പ്രയാസങ്ങളോ ഒന്നും അനുഭവിക്കാതെ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് അറിഞ്ഞത് മുതൽ പിന്നെ മരണമാണ് ജീവിതം. അന്ന് മുതൽ മരിച്ചവനെ പോലെ ജീവിക്കാണ്. അത് പാടില്ല. പ്രതീക്ഷകൾ കൈവിടാൻ പാടില്ല. മരണമാണ് നമ്മളെ പേടിപ്പെടുത്തുന്നതെങ്കിൽ മരണത്തിൻ്റെ ഇടയിലും രോഗിയുടെയും ആരോഗ്യവാന്റെ ഇടയിലും ഒരേ ദൂരം തന്നെയാണല്ലോ ഉള്ളത്. രോഗിയാണ്, എനിക്ക് രോഗം പിടിപെട്ടു, മാരകമായ രോഗമാണ്, ചികിത്സിച്ച് ഭേദപ്പെടുത്തിയവർ വളരെ വിരളമാണ്, അങ്ങനെയുള്ള രോഗത്തിനാണ് ഞാൻ അടിമപ്പെട്ടിരിക്കുന്നത്, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ മരിക്കും എന്ന് കണക്കാക്കുന്ന മനുഷ്യനും ആരോഗ്യമുള്ള മനുഷ്യനും മരണത്തിന്റെ ഇടയിലുള്ള ദൂരം സമം തന്നെയല്ലേ? രണ്ടു കൂട്ടരും ഒരു കണക്കാണല്ലോ. എത്ര മനുഷ്യന്മാരാണ് കമ്മിൻ മരിയും മാത്രം ഇല്ലത്തി എന്ന് എത്രയോ മനുഷ്യരാണ്, എത്രയോ രോഗികളാണ് ജീവിച്ച് ഒരുപാട് കാലം മുദ്ദത്തി എന്ന് സുദീർഘമായ കാലഘട്ടം അവിടെ ജീവിച്ചത്. എന്നാൽ എത്ര രോഗികളാണ് ഒരു കാരണം പോലും ഇല്ലാതെ മരണപ്പെട്ടു പോയതെന്ന്. ആരോഗ്യമുള്ള എത്ര മനുഷ്യർ പെട്ടെന്ന് മരിച്ചുപോയി. രോഗമുള്ള എത്രയോ ആൾക്കാരാണ് ഒരുപാട് കാലം പിന്നെയും ജീവിച്ചതെന്ന് കവി പറയുന്നുണ്ട്. ഇപ്പൊ രോഗം എന്നുള്ളത് മരണത്തിന്റെ മുമ്പിൽ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് ചിന്തിക്കേണ്ട കാര്യമല്ല. പക്ഷെ അതൊരു തിരിച്ചറിവാണ്. നമുക്ക് തിരിച്ചറിവാണ്. ആ രോഗാവസ്ഥയിൽ അള്ളാഹു നൽകിയ ആരോഗ്യത്തെക്കുറിച്ച് ആലോചിക്കാൻ, നമ്മുടെ ജീവിതത്തിന്റെ കർത്തവ്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനും ഒരു വീണ്ടും വിചാരം നടത്തി പ്രവർത്തിക്കാനുമുള്ള വലിയ സൗഭാഗ്യമായി കണക്കാക്കണം. അതിൽ അനുഗ്രഹമുണ്ട്. ഈ വേദനകളിൽ അനുഗ്രഹമുണ്ട്. പ്രതീക്ഷകൾ തളർത്താൻ പാടില്ല. ഇത് നമ്മുടെ പരലോകത്തേക്ക് ഇരിക്കുന്ന പ്രതിഫലങ്ങളാണ് കണക്കാക്കുക. നബിയുടെ മുമ്പിലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നു. നബിയുടെ മുമ്പിൽ കടന്നു വന്നിട്ട് അവർക്ക് പറയാനുണ്ടായിരുന്നത്, നബി, എനിക്ക് വല്ലാത്തൊരു രോഗമുണ്ട്, നിരന്തരമായി ബോധം കെട്ടി വീഴണമെന്ന്. നിരന്തരമായി ഞാൻ ബോധം കെട്ടി വീഴും. അതുകൊണ്ട് അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഒരു കറുത്ത സ്ത്രീയാണ്. ആ സ്ത്രീ വന്നിട്ട് നബിയുടെ മുമ്പിൽ ഇത് പറയുന്നുണ്ട്. കാരണം ഇവരുടെ നിറവും ഇവരുടെ ആ ശൈലിയും ശരീര രൂപവും ഒക്കെ ശ്രദ്ധിക്കപ്പെടാൻ കാരണമായത് ഈ സംഭവത്തിന്റെ അവസാനമാണ്. സഹാബാക്കൾ പിന്നെ പ്രത്യേകം നോക്കുമായിരുന്നു അവരെ. കാരണം അവരെ റസൂൽ അങ്ങനെയാണ് അവസാനമായി വിശേഷിപ്പിച്ചു വിടുന്നത്. അപ്പൊ ഈ സ്ത്രീ വന്ന് നബിയുടെ മുമ്പിൽ ഇത് പറയുമ്പോൾ റസൂൽ പറയാണ്, നിങ്ങൾക്ക് താല്പര്യമാണ് എങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം, നിങ്ങൾക്ക് രോഗം ശുഭപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉറപ്പൊന്നുമില്ല, ദുആ ചെയ്യാം എന്ന് റസൂൽ പറയുന്നത്. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം, നിങ്ങൾ ക്ഷമിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ഇതിന്റെ പേരിൽ സ്വർഗമുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രോഗം സഹിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, ഇത് നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറായാൽ ഈ രോഗത്തിന്റെ പേരിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവർക്ക് ആ രോഗം മാറണമെന്നുള്ളതാണ് ആഗ്രഹമായിരുന്നത്. പക്ഷെ നബിയുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ ആ രോഗം സഹിച്ചാൽ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത്, നബിയെ, എനിക്ക് ഈ രോഗം ഞാൻ സഹിക്കാൻ തയ്യാറാണ്, എനിക്ക് സ്വർഗം മതി എന്നാണ്. എനിക്ക് സ്വർഗം കിട്ടുമെങ്കിൽ, ഈ രോഗം സഹിക്കുന്നതിന്റെ പേരിൽ, ഈ പ്രയാസം സഹിക്കുന്നതിന്റെ പേരിൽ എനിക്ക് സ്വർഗമുണ്ട് എങ്കിൽ എനിക്കത് മതി നബിയെ, എനിക്കതാണ് ആവശ്യമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ട്. ഇനി അത്തകശഫു, ബോധം കെട്ടി വീഴുമ്പോഴേക്ക് എൻ്റെ വസ്ത്രം നീങ്ങി പോകുന്ന നബി, ഞാൻ വിവസ്ത്രയാകുന്നുണ്ട്. പലപ്പോഴും റോഡിലായിരിക്കും, അങ്ങാടിയിലായിരിക്കും, തെരുവിലായിരിക്കും, വീടിനകത്തായിരിക്കും. എവിടെ വെച്ചാണ് ഈ ബോധക്ഷയം ഉണ്ടാകുന്നതെന്ന് പറയാൻ കഴിയില്ല. പെട്ടെന്നാണ് എനിക്ക് ഞാൻ ബോധം കെട്ടി വീഴുക. അപ്പോഴേക്ക് എൻ്റെ വസ്ത്രവും മാറിപ്പോകുന്ന നബി. ഞാൻ പലപ്പോഴും എന്ത് ചെയ്യുക, ബോധം നഷ്ടപ്പെട്ട് മടങ്ങി വരുമ്പോൾ, ഉണർവിലേക്ക് വരുമ്പോൾ എൻ്റെ വസ്ത്രം മാറിയതായി, ഞാൻ വിവസ്ത്രയായി കിടക്കുന്നതായി പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ വസ്ത്രം മാറിപ്പോകാതിരിക്കാൻ, എൻ്റെ നഗ്നത വെളിവാകാതിരിക്കാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണേ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി ആ ദുആ പൂർത്തീകരിച്ചു. അവൾ അങ്ങനെ സന്തോഷത്തോടെ മടങ്ങിപ്പോകുമ്പോൾ പുണ്യനബി പറഞ്ഞു, ആർക്കെങ്കിലും സ്വർഗ്ഗനിവാസിയായ ഒരു യുവതിയെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയൻദുർ ഇലാ ഹാദിഹി എന്ന് ഈ സ്ത്രീയെ നോക്കട്ടെ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗനിവാസിയായ ഒരു വനിതയെ കാണാൻ ആഗ്രഹിക്കുന്നവർ ആ സ്ത്രീയെ നോക്കട്ടെ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതാണ് അള്ളാഹുവിന്റെ റസൂൽ കൊടുക്കുന്ന ഗ്യാരണ്ടി എന്നുള്ളത്. നമ്മൾ ഈ ജീവിതത്തിൽ അള്ളാഹു വെക്കുന്ന ഓരോ പരീക്ഷണങ്ങളും അതിനെ അനുഗ്രഹമായി മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ദാരിദ്ര്യം പരീക്ഷണമാണ്, പട്ടിണി പരീക്ഷണമാണ്, വേദനകൾ പരീക്ഷണമാണ്, അരക്ഷിതാവസ്ഥ പരീക്ഷണമാണ്, അതുപോലെ തന്നെ രോഗങ്ങളും പരീക്ഷണമാണ്. ഈ പരീക്ഷണങ്ങളെല്ലാം അനുഗ്രഹവുമാണ്. നമ്മൾ അള്ളാഹുവിന്റെ തീരുമാനം എന്ന നിലയിൽ സഹിക്കാൻ തയ്യാറായാൽ, യാ അയ്യുഹല്ലദീന ആമനു ഇസ്ബിറൂ വസ്വബിറൂ വറാബിതു, വിശ്വാസികളെ നിങ്ങൾ ക്ഷമിക്കണം,
സ്ഥൈര്യത്തോടെ നിലകൊള്ളണം. നിങ്ങൾ പതറിപ്പോകാൻ പാടില്ല. ക്ഷമയോടെ സ്ഥൈര്യത്തോടെ നിങ്ങൾ നിൽക്കണം. എല്ലാം പടച്ചവന്റെ തീരുമാനങ്ങളാണ്. ഇതിന്റെ പിറകിൽ വലിയ വലിയ ഹൈറുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെക്കാളൊക്കെ രോഗങ്ങളിൽ കഠിനമായി വേദനിക്കപ്പെട്ട ആളാണ്. ഈ ബാക്കിയുള്ളവർക്കുണ്ടാകുന്ന അസുഖത്തിന്റെ ഇരട്ടിയാണ് വേദന റസൂലിന്റെ ഓരോ രോഗത്തിനും ഉണ്ടായിരുന്നത്. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബിക്ക് അസുഖമുണ്ടായപ്പോൾ നബിയുടെ വേദനയും സങ്കടവും കണ്ടപ്പോൾ ആയിഷ ബീബിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നടത്തിയ സംഭാഷണത്തിനിടയിലാണ് റസൂൽ പറയുന്നത്, ആയിഷ നിങ്ങൾക്കുണ്ടാകുന്ന രോഗത്തിന്റെ ഡബിൾ സ്ട്രോങ് ആയിട്ടാണ് നമുക്കിന്ന് ഈ രോഗം ഉണ്ടാവുക എന്ന്. പ്രതിഫലവും അങ്ങനെ തന്നെയാണ്. പ്രതിഫലവും അങ്ങനെയാണ്. നമ്മൾക്കുണ്ടാകുന്ന രോഗത്തിന്റെ ഇരട്ടി റസൂൽ ഉണ്ടാകുമ്പോൾ ഇരട്ടി പ്രതിഫലവും റസൂലിന് ലഭ്യമാകും. പ്രയാസങ്ങളുടെ അളവനുസരിച്ചാണ് അള്ളാഹു പ്രതിഫലങ്ങൾ നൽകുക എന്ന്. അപ്പൊ ആ നിലയിൽ നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ, ജീവിതത്തിൽ എപ്പോഴും രോഗങ്ങൾ സംഭവിക്കാം. ഏത് അവസ്ഥയിൽ പെട്ടെന്നാണ് മനുഷ്യന്റെ ഈ രോഗം പിടിപെടുക, പെട്ടെന്നായിരിക്കും തിരിച്ചറിവ് ഉണ്ടാവുക. ഏത് തരം രോഗമാണെങ്കിലും ഇത് പടച്ചവന്റെ തീരുമാനമാണ് എന്നൊരു നിലപാടെടുക്കാൻ, ഒരു സ്റ്റാൻഡ് എടുക്കാനും, അള്ളാഹു വെക്കുന്നത് വരെയും മരണം വരുന്ന നാൾ വരെയും ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറുന്നില്ല, ഞാൻ തളരുന്നില്ല, ഞാനിവിടെ അവസാനിക്കുന്നില്ല എന്നൊരു പ്രത്യാശയും പ്രതീക്ഷയും കൈവിടാതെ പ്രവർത്തിച്ചു മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതാ രോഗം നമ്മളെ തളർത്തിക്കളയുന്ന, നമ്മളെ ഇരുത്തിക്കളയുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് നന്നായി നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കുക. പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, രോഗാവസ്ഥകൾ കടന്നു വരുമ്പോൾ മനുഷ്യന്റെ എന്ത് ചെയ്യുക, പിടി നഷ്ടപ്പെട്ടു പോവുകയും അവന് ജീവിതത്തിൽ നിന്ന് വഴുതി പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്, നിരന്തരമായി നമുക്കിടയിൽ കണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ചുറ്റും ഒരുപാട് രോഗികളുണ്ട്. ആ രോഗികളുടെ വിഷയത്തിൽ നമുക്ക് ചിലതൊക്കെ ചെയ്യാനുമുണ്ട്. ഒരു വിസിറ്റ് ചെയ്യുക, ഒരു രോഗി സന്ദർശനം എന്നുള്ളത് എത്രയേറെ പ്രതിഫലമുള്ള കാര്യമായിട്ട് റസൂൽ പഠിപ്പിക്കുന്നത്. ഒരു രോഗസന്ദർശനം പലപ്പോഴും നമുക്കിടയിൽ രോഗികളാകുമ്പോൾ അവർ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമാണുള്ളത്. നിരന്തരമായി രോഗങ്ങൾ പിടിപെടുന്ന ആൾക്കാർ അവർ ആശുപത്രി വീട് എന്ന നിലയിലേക്ക് ഒതുങ്ങുമ്പോൾ നമ്മൾ റോഡിൽ നിന്ന് അന്വേഷിക്കാൻ ആളെ കാണുന്നില്ലല്ലോ എന്ന് അന്വേഷിക്കാറുണ്ട്. ആൾക്ക് രോഗമാണ്, ഇന്ന അസുഖം പിടിപെട്ടിട്ടുണ്ട്, വീട്ടിലാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കേട്ട് കടന്നു പോവുകയാണ്. അയാളെ കാണാനോ പോയി ഒന്ന് നല്ല വാക്ക് പറയാനോ ഒന്നും നമുക്ക് സമയമില്ല. നമുക്കതിനൊന്നും സമയമില്ല. ഒരു രോഗ സന്ദർശനത്തിന് വേണ്ടി നമുക്ക് സമയമില്ല. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കുണ്ട്, നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിലേക്ക് വരുന്ന ഒരു മനുഷ്യനോട് റബ്ബ് ചോദിക്കും, ഞാൻ രോഗിയായിട്ട് നീ എന്താ കാണാൻ വരാത്തതെന്ന്. ഞാൻ രോഗിയായി കിടന്നിട്ട് നീ എന്തുകൊണ്ട് എന്നെ കാണാൻ വന്നില്ല എന്ന് അള്ളാഹു ചോദിക്കും മനുഷ്യനോട്. അപ്പൊ അള്ളാഹുവിനോട് നമ്മൾ പറയുന്ന മറുപടി, അള്ളാഹു നിനക്കെപ്പോഴാണ് രോഗമാകുന്നത്, നിനക്കെങ്ങനെ രോഗമാകും, നിന്നെ ഞാൻ എങ്ങനെ വിസിറ്റ് ചെയ്യും? അതൊക്കെ സാധ്യമാവുന്ന കാര്യമാണോ എന്ന്? അതൊക്കെ നടക്കുന്ന കാര്യമല്ലല്ലോ അള്ളാഹ് നമുക്ക് പറയാനുണ്ടാവുക. എൻ്റെ അടിമ, നിനക്കറിയുന്ന നിന്റെ കൂട്ടുകാരൻ, നിന്റെ നാട്ടുകാരൻ, നിന്റെ ബന്ധു ഒരാൾ രോഗമായി കിടന്നല്ലോ, അന്ന് അയാളെ നീ സന്ദർശിച്ചെങ്കിൽ നിനക്ക് എന്നെ അവിടെ കാണാമായിരുന്നല്ലോ എന്നാണ് അള്ളാഹു പറയുക. ഓരോ രോഗികളെയും ആശ്വസിപ്പിക്കുന്ന നല്ലൊരു വാക്ക് പറയാൻ നബി ആര് രോഗമുണ്ടെന്ന് പറഞ്ഞാലും ഉടനെ അവിടെ എത്താറുണ്ടായിരുന്നു. അവിടെ വന്നിട്ട് ലബാസ് തോഹുർ ഇൻഷാ അല്ലാഹ്, പ്രയാസപ്പെടേണ്ട കേട്ടോ, ശരിയാകുമെല്ലാം, എല്ലാം ശരിയാകും, സങ്കടപ്പെടേണ്ട. ഇതെല്ലാം നമ്മുടെ പാപത്തിനുള്ള പ്രായശ്ചിത്തങ്ങളാണ്, നമ്മുടെ തിന്മകൾ മാച്ചുകളയുന്ന ശുദ്ധീകരണ പ്രവൃത്തിയാണ്. ഇതിലൊക്കെ വലിയ പ്രതിഫലമുണ്ട്. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നീ നല്ല പ്രതീക്ഷ വെച്ച് പുലർത്തുക എന്ന നിലയിൽ അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന കാര്യങ്ങൾ പറയുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. അതൊരു മനുഷ്യന്റെ കടമയാണ്. ഹക്കുൽ മുസ്ലിം അലൽ മുസ്ലിം സിത്തുനെന്ന്, ഇത് അമ്മരിൽ ഫഅദുഹു എന്ന്. ഒരു വിശ്വാസിയോടുള്ള കടമകൾ റസൂൽ 6 കാര്യങ്ങൾ എണ്ണിയപ്പോൾ ഒരു കാര്യം പറഞ്ഞത്, അവൻ രോഗിയായാൽ സന്ദർശിക്കൽ നിങ്ങളുടെ ബാധ്യതയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് രോഗമാണെന്ന് പറഞ്ഞാൽ അവിടെ പോയി കണ്ട് ഒരു വാക്ക് പറയുമ്പോൾ, ഒരു നല്ല വാക്ക് പറയുമ്പോൾ അത് വലിയ പ്രതീക്ഷയാണ്. നമ്മളൊരു അവസ്ഥയിൽപ്പെട്ട് ഒരു രോഗമായി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, തനിച്ചല്ല, നമുക്ക് ഒരുപാട് പേര് നമുക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഒക്കെ ആൾക്കാരുണ്ട് എന്നതൊക്കെ വലിയൊരു പ്രതീക്ഷയാണ്. നല്ല 2 വാക്ക് പറയുമ്പോൾ, ഒരു ആശ്വാസ വാക്ക് പറയുമ്പോൾ അതൊക്കെ വലിയ പ്രതീക്ഷയാണ്. അതും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അത് കണക്കിന് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ചില ആൾക്കാരൊക്കെ രോഗത്തിൽ പെട്ടുപോകുന്ന ചില ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്, അവരുടെ മക്കളുണ്ട്. അപ്പോൾ അവർക്ക് ചികിത്സിച്ച് കൊണ്ടെത്തിക്കാൻ പോലും കഴിയാത്ത വിധമുള്ള സാമ്പത്തിക ഞെരുക്കമുള്ള ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഒന്ന് സഹായിക്കലും വലിയ പുണ്യമാണ്. അവരെ ആ രോഗം ബാധിക്കപ്പെട്ടവർ, രോഗം തന്നെ ഒരു പരീക്ഷണമാണ്, അതിനൊപ്പം തന്നെ ദാരിദ്ര്യം കൂടി വരുമ്പോൾ അത് വലിയ പ്രതിസന്ധിയാണ്. ഒരുപാട് കുടുംബക്കാർ അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് കണക്കുന്ന രോഗവുമാണ്, എന്നാൽ എന്ത് ചെയ്യും, നിത്യച്ചെലവിന് പോലും സാമ്പത്തികമായ ശേഷി പോലും ഇല്ലാത്ത പല ആൾക്കാർക്ക് പല ഭക്ഷണവും മുടങ്ങുന്നു, ചികിത്സയും മുടങ്ങുന്നു, ഇതിൻ്റെയൊക്കെ പേരിൽ അവനവൻ്റെ ജോലികൾ മുടങ്ങുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് ചുറ്റും ജീവിക്കുന്ന മനുഷ്യരാണ്. നമ്മളെ സമ്പത്ത് ഏൽപ്പിച്ചതും നമുക്ക് ആരോഗ്യം നൽകിയതും അവരെ കൂടി ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ്, അവരെ കൂടി സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. അപ്പോൾ അവരെ കൂടി
സഹായിക്കുക എന്നുള്ളതും അവരെ കൂടി ചേർത്ത് പിടിക്കുക എന്നുള്ളതും നമ്മുടെ ഒരു കടമയായി എടുക്കണം. പ്രത്യേകിച്ച് ഒരു മഹല്ല് സംവിധാനത്തിനകത്തൊക്കെ ഒരു രോഗി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണല്ലോ കാണേണ്ടതും പോകേണ്ടതും അവരെ അന്വേഷിക്കേണ്ടതും സഹായിക്കേണ്ടതും ഒക്കെ നമ്മുടെ തന്നെ ബാധ്യതയാണ്. എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി മാത്രമാണ് ഞാൻ സമ്പാദിച്ചു കൂട്ടുന്നത് എന്നത് വിചാരമൊക്കെ അതൊരു പാഴ്ചിന്താഗതികളാണ്. നമ്മളെ പടച്ചവനെ ഏൽപ്പിക്കാണ് നമുക്ക് ചുറ്റുമുള്ള കുറേ മനുഷ്യർക്ക് വേണ്ടിയിട്ട്. അത് വീതിച്ചു കൊടുക്കേണ്ട സമയത്ത് കൃത്യമായി കൊടുക്കണം. ആ അവസരത്തിൽ കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ അവൻ്റെ പേര് ലുബ്ധ്, അവൻ ലുബ്ധൻ എന്ന് പറയുക. ഇത് കൊണ്ടു നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ സമ്പത്ത് പിടിച്ചു വെച്ചവൻ കഴുത്തിൽ കണ്ടാഭരണമായിട്ട് അണിഞ്ഞുകൊണ്ട് നാളെ നരകത്തിലുണ്ടാകുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയും പിടിച്ചു വെക്കുന്നവനെ മനസാക്ഷിയില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് മാന്യമായ നിലയിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നവരെ സഹായിക്കാനുള്ളൊരു വിശാലത നമ്മൾ കാണിക്കണം. പിന്നെ ഇവിടെ നടക്കുന്ന ഒരു ഇതിൻ്റെ പിറകിൽ രോഗവും ചികിത്സയുടെ മറവിൽ നടക്കുന്ന കുറേ വെട്ടിപ്പുകളും തട്ടിപ്പുകളും കൂടി ഇന്ന് സമൂഹത്തിൽ വ്യാപിച്ചിട്ടുണ്ട്. ഒരു 10, 70, 80 കഴിഞ്ഞ ആൾക്കാരായിരിക്കും. ചില ആൾക്കാർക്ക് രോഗമുണ്ടാകും. അതിനൊരു എന്ത് ചെയ്യുക, ഇപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ നടക്കുന്ന ചികിത്സകളും മറ്റു മെഡിക്കൽ ഫീൽഡിൽ വലിയ ക്രൈമുകൾ നടക്കുന്ന ലോകമാണ്. ഏറ്റവും വലിയ ബിസിനസ് മാത്രമായിട്ട് ഈ മെഡിക്കൽ ഫീൽഡിനെ കണക്കാക്കുന്ന ഒരു കോർപ്പറേറ്റുകളാണ് ഇന്ന് ഇവിടുത്തെ ഹോസ്പിറ്റൽ കൈകാര്യം ചെയ്യുന്നത്. ഈ മെഡിക്കൽ ഫീൽഡ് മൊത്തം കൈകാര്യം ചെയ്യുന്നവരായതുകൊണ്ട് പ്രധാനമായിട്ടും പലപ്പോഴും ചില രോഗികളെ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട രോഗികൾക്ക് പോലും ചികിത്സ വേണമെന്നും സർജറി വേണമെന്നും അതിന് 50 ലക്ഷവും 60 ലക്ഷവും 70 ലക്ഷവും പറഞ്ഞുകൊണ്ട് അവർ ചികിത്സ ഓപ്പറേഷനും മറ്റും സജ്ജീകരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ എന്ത് ചെയ്യും, പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അത് പലപ്പോഴും സാധുക്കളാണ്. പക്ഷേ ഈ പഴയ ബിസിനസിൻ്റെ ശൈലി മാറി. പണക്കാരന് വലിയ ഓപ്പറേഷൻ ചെയ്ത പൈസ കിട്ടുന്നതാണ്. പക്ഷെ പണക്കാരന് ഇച്ചിരി കൂടെ ബുദ്ധി ഉള്ളതുകൊണ്ട് 60-80 വയസ്സായ ഉമ്മയാണെങ്കിൽ പോലും ഇനി വലിയ പ്രതീക്ഷയില്ല, ഇനി വലിയ സാഹസം കാണിച്ച് 50 ലക്ഷമൊക്കെ മുടക്കി ഒരു സർജറി ചെയ്താലും അവരെന്ത് ചെയ്യുക, ഒരു ജീവിതത്തിൽ പരിപൂർണമായ ആരോഗ്യത്തോടൊരു മടങ്ങി വരവുണ്ടാവില്ല. അനിവാര്യമായ മരണത്തിലേക്കുള്ള യാത്ര തന്നെയാണിത്. അതുകൊണ്ട് ഇനി എന്തായാലും 50 ലക്ഷവും മുടക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഉമ്മ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോളാം എന്ന് പറയലാണ് ചിലരും ചെയ്യുക. അതുകൊണ്ട് പൈസക്കാരും ഈ ഇതിൻ്റെ ഒരു 50% പോലും ഉറപ്പ് പറയാത്ത ഈ ചികിത്സകൾ 80-90 പിന്നിട്ട് ഉമ്മമാർക്ക് വേണ്ടിയോ അപ്പമാർക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറല്ല. പക്ഷേ പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കടമ പോലെ ആക്കി മാറ്റുകയും അതിന് വേണ്ടിയിട്ട് ഇവിടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന കുറേ ചാരിറ്റി പ്രവർത്തകരുണ്ട്. അവർ പിരിവുകാരായി മാറുകയും നാട് നീളെ മെസ്സേജുകളും വാട്സപ്പ് ഗ്രൂപ്പുകളും അങ്ങനെ ഉണ്ടാക്കി പിരിച്ചെടുത്ത് എന്ത് ചെയ്യുക, ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ പോലും അസ്തമിച്ച ആൾക്കാർക്ക് ഈ പ്രതീക്ഷകൾ കൊണ്ട് കോർപ്പറേറ്റുകൾ കുത്തകകൾക്ക് കൊണ്ട് പണം ഫണ്ട് ചെയ്യുക. അവർ കൊണ്ടുപോയി സർജറി എന്ന പേരിൽ കുറേ എന്ത് പണം ഉണ്ടാക്കിയിട്ട് എന്തുകൊണ്ട് മനുഷ്യനോട് അല്പം കാരുണ്യമുണ്ടെങ്കിൽ അവർക്ക് കൂടി വിട്ടുവീഴ്ച ചെയ്യാമല്ലോ. ഈ മനുഷ്യനോട് അല്പം കാരുണ്യമുണ്ട്, അയാൾക്ക് ഇനിയും ജീവിക്കണം, അയാൾ ജീവിക്കട്ടെ എന്നാണെങ്കിൽ 50 ലക്ഷം പറയുന്നത് 25 ലക്ഷം മതി എന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ അവർ കാണിക്കാറില്ലല്ലോ. ലോകത്തുള്ള പട്ടിണി പാവങ്ങളെല്ലാം അവർ ഗൂഗിൾ പേ വഴി 100-50 ഒക്കെ അയച്ചു സ്വരുക്കൂട്ടി എടുത്ത് കൊണ്ടുവന്നിട്ട് ഈ ലോകം മുഴുവനും പിഴിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു സാധാരണക്കാരൻ പാവപ്പെട്ടവൻ അത് 90 വയസ്സുണ്ട്, അത് കഴിഞ്ഞിട്ട് ജീവിതമുണ്ടോ? അത് കഴിഞ്ഞ് ജീവിതമില്ല. 80 വയസ്സുള്ള വാപ്പാക്ക് കരൾ കൊടുക്കുന്നത് 20 വയസ്സുള്ള മകള്, 20 വയസ്സുള്ള മകളുടെ കരൾ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് 2 പേരെ തളർത്തിക്കളയാണ്. പിന്നെ എത്ര വർഷം ഇവർ ജീവിക്കും? 80 വയസ്സുള്ള 2, 3, 5 കൊല്ലത്തിനകത്ത് ജീവിക്കുന്ന നാട് നീളെ പിരിച്ചിട്ടുണ്ട്. അനിവാര്യമായ മരണത്തിലേക്ക് പോകുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഈ ഹോസ്പിറ്റലുകാരുടെ കച്ചവടത്തിൻ്റെ കൂട്ടായിട്ട് നമ്മൾ നിന്ന് പ്രവർത്തിക്കാൻ പാടില്ല. അത് പാടില്ല. അത് അല്പം എന്ത് ചെയ്യുക, നമ്മൾ വികാരം കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥ മാറി അല്പം വിവേകപൂർവ്വം കാര്യങ്ങൾ തീരുമാനിക്കുക. ഈ യുവാവാണ്, പ്രതീക്ഷയുണ്ട്, 50% സാധ്യതയുണ്ട്, വിവാഹം കഴിഞ്ഞവനാണ്, യുവാവാണ്, ഇയാൾക്കൊരു ഭാവിയുണ്ട്, ഒരു പക്ഷേ 10-20 കൊല്ലം കൂടി ആരോഗ്യത്തോടെ കൊണ്ടുപോകാൻ, കുടുംബത്തിന് വേണ്ടി അത്താണിയാകാൻ, ജോലി ചെയ്യാൻ ഇതിനൊക്കെ കഴിയുന്നൊരു അവസ്ഥയിലേക്ക് ഒരു തിരിച്ചുവരവിൻ്റെ സാധ്യതയുണ്ടെങ്കിൽ ഓക്കെ ആണല്ലോ. നമുക്കതിന് വേണ്ടി എന്തും ചെയ്യാം. ഏത് നിലയിൽ വേണമെങ്കിലും പിരിച്ചെടുത്തിട്ടോ ഏത് നിലയിൽ വേണമെങ്കിലും അയാൾ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാം. പ്രതീക്ഷയുള്ള ജീവിതമാണ്. മറ്റത് അങ്ങനെയല്ല. പലപ്പോഴും എന്ത് 2 പേരെ തളർത്തിക്കളയാണ്. 2 പേര് പങ്കിട്ട് പകുതി ആരോഗ്യമുള്ളൊരവസ്ഥയിൽ നിന്ന് കിഡ്നിയോ അല്ലെങ്കിൽ ലിവറോ ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്കും അവർ കൊടുക്കുന്നവരും എന്ത് ആരോഗ്യപരമായ പ്രശ്നങ്ങളിലേക്ക് പോകും. എന്നാൽ വാങ്ങിക്കുന്നവന് അധികം ആയുസ്സുമില്ല. കിടക്കുന്ന ജീവിതം ജീവച്ചവം പോലെ, അല്ലെങ്കിൽ ഇന്ന് നടക്കാനോ ഇരിക്കാനോ അല്ലാതെ ഒന്ന് ജീവിതത്തിന് വേണ്ടി 10 വയസ്സ് സമ്പാദിക്കാൻ ആരോഗ്യം ചിലവാക്കി ഒരു ജോലി പോലും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ വീണ്ടെടുത്തിട്ട് എന്ത് കാര്യമാണുള്ളത്? അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി അത്തരം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ആലോചിച്ചിട്ട് വേണം വിവേകപൂർവ്വം നമ്മൾ ചെയ്യേണ്ടത്. ബാക്കി ഏതൊരവസ്ഥയിലും ഇത്തരം രോഗങ്ങൾക്ക് വേണ്ടിയും രോഗികൾക്ക് വേണ്ടിയും ചെയ്യുന്ന ഓരോ സഹായങ്ങളും വലിയ പുണ്യപ്രവൃത്തിയാണ് എന്നത് കൂടി നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചറിയുക. അവർക്ക് നല്ല ആശ്വാസവാക്കുകൾ പറയുക. ഇതെല്ലാം നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള വിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ട ബാധ്യതകളാണ് എന്ന് ഓർത്തുകൊണ്ട് പ്രവർത്തിക്കുക. അല്ലാഹു ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ അത് സവിസ്തരം നമ്മൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ രോഗമെന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട്, പരീക്ഷണമെന്ന് കണക്കാക്കി ഈ രോഗം വലിയ അനുഗ്രഹമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. പക്ഷെ അതുകൊണ്ട് നമ്മൾ രോഗികളാകാൻ ആഗ്രഹിക്കണമെന്നല്ല. ഈ രോഗികൾക്ക് കൊടുക്കുന്ന വമ്പിച്ച ആദായങ്ങളും പ്രതിഫലങ്ങളും ഒക്കെ പരലോകത്ത് കാണുമ്പോൾ നമ്മൾ പോലും കൊതിച്ചു പോകും. അല്ലാഹുവേ, നിരന്തരമായി കത്രികകൾ കൊണ്ട് നമ്മുടെ ശരീരത്തെ കീറി മുറിക്കുന്ന സർജറികൾ നിരന്തരമായി ചെയ്യുന്നൊരു രോഗാവസ്ഥയായിരുന്നു എനിക്ക് ദുനിയാവിൽ ഏറ്റവും നന്നായിരുന്നത് എന്ന്
പരലോകത്ത് വിചാരണകൾ നടക്കുമ്പോൾ ആരോഗ്യവാന്മാരായി ഇവിടെ ജീവിച്ചവർ പോലും ആഗ്രഹിച്ചു പോകുന്ന തരത്തിലാണ് രോഗികൾക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കാം. അതുകൊണ്ട് രോഗികൾക്ക് വലിയ ആശ്വസിക്കാൻ വകയുണ്ട്, അവർ ആശ്വസിപ്പിക്കലാണ് അതിൻ്റെ ഉന്നവും. പക്ഷെ അതുകൊണ്ട് ആരോഗ്യമുള്ളൊരു മനുഷ്യൻ രോഗത്തെ ആഗ്രഹിക്കാൻ പാടില്ല. എന്നാൽ പിന്നെ രോഗമാണല്ലോ നല്ലത്, രോഗാവസ്ഥയിൽ തളർന്ന് ഏറ്റവും കൂടുതൽ രോഗങ്ങളുമായിട്ട് ഇവിടെ നിന്ന് മരിച്ചു പോകാം എന്ന് കണക്കാക്കലില്ല. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറും മിൻ മുഅ്മിനിൽ ദഈഫ് എന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആരോഗ്യമുള്ള വിശ്വാസിയാണ് രോഗം ബാധിച്ച വിശ്വാസിയേക്കാൾ ഉത്തമനെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിഅമത്തിന് ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം. ആരോഗ്യമാണ് ഏറ്റവും ഖൈർ. ജീവിത കാലഘട്ടത്തിൽ അള്ളാഹു രണ്ട് കൂട്ടരോട് സംസാരിക്കണമല്ലോ. രോഗിയോട് പറയണത് കുഴപ്പമില്ല, ഇത് ഖൈർ തന്നെയാണ്, നിങ്ങൾക്ക് ഗുണമാണ് ഇതെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ആശ്വസിപ്പിക്കുമ്പോൾ എന്നാൽ ആ ഗുണത്തിൽ സന്തോഷിക്കാൻ നമുക്ക് അവകാശമുണ്ട്. എന്നാൽ ആരോഗ്യമുള്ളവനോട് രോഗം ആഗ്രഹിക്കാനല്ല. ഈ ആരോഗ്യ കാലഘട്ടമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നിഅമത്തുകളിൽ ഒന്ന്. അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയണമെന്ന് പക്ഷെ പലപ്പോഴും നമുക്ക് സാധ്യമാകുന്നില്ല. നിഅമത്താനി മഖ്ബൂനു ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹതു വൽ ഫറാഗ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന് നൽകപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിൽ രണ്ടിലും കൂടുതൽ വഞ്ചിതരായി പോകുന്നുണ്ട്. അതിലൊന്ന് ആരോഗ്യമാണ്. ഈ ആരോഗ്യമാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ വഞ്ചിതനായി പോകുന്ന നിഅമത്ത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോഗ്യം കൃത്യമായി ഉപയോഗിക്കുന്നതിൽ നമുക്ക് വ്യക്തമായ ഒരു പ്ലാൻ ഇല്ലാതെ പോയിട്ടുണ്ട്. അത് നമ്മുടെ പരാജയത്തിന് കാരണമാകുന്നുണ്ട്. ഇത് നിഅമത്താണ്. ഇത് ചോദിക്കും അള്ളാഹു. അള്ളാഹുവിൻ്റെ അടുക്കൽ മനുഷ്യൻ കടന്നു ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം പല സെക്ഷനാ. ചോദ്യം വിചാരണ പല സെക്ഷനാണ്. അമലുകളെ കുറിച്ച് ചോദിക്കും, ആദ്യം നമസ്കാരമാണ്. അക്രമങ്ങളെക്കുറിച്ചും കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചോദിക്കും, ആദ്യം കൊലപാതകമാണ്. അത് അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അള്ളാഹു ആദ്യം ചോദിക്കുന്നത് എന്നാണ്. നിനക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം ഞാൻ നൽകിയില്ലേ എന്നാണ്. ആരോഗ്യമുള്ള ഒരു ശരീരം നിനക്ക് ഞാൻ നൽകിയല്ലോ എന്ന്. ഈ ആരോഗ്യം നീ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് ചോദിക്കപ്പെടും. എന്ത് മറുപടി ഉണ്ട് നമുക്ക്? ആരോഗ്യകാലത്ത് നമ്മൾ അള്ളാഹുവിനെ ഓർക്കാറില്ല. ആരോഗ്യമുള്ള കാലത്ത്, ഐശ്വര്യമുള്ള കാലഘട്ടത്തിലും പടച്ചവനെ ഓർക്കാൻ കഴിയുന്നവനാണ് നല്ല അടിമ. നമ്മളെ കൊണ്ട് സാധ്യമാകില്ല. നമുക്ക് എന്ത് ചെയ്യണം? ഒന്നുകിൽ കഷ്ടപ്പാടും നഷ്ടങ്ങളും ഉണ്ടാവണം. നിരന്തരം രോഗം, വാർദ്ധക്യം, തളർച്ച ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പടച്ചവനെ ഓർക്കുക. സമ്പന്നതയിലും സമൃദ്ധിയിലും ആരോഗ്യത്തിലും ജീവിക്കുമ്പോൾ പടച്ചവനെ ഒരു മനുഷ്യൻ ഓർക്കാൻ കഴിഞ്ഞാൽ അവനാണ് നല്ല മനുഷ്യൻ. ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ല. ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ നിറഞ്ഞ യൗവനത്തിൽ പടച്ചവനെ ഓർത്ത് ജീവിക്കുന്ന യുവാവുണ്ടല്ലോ, അള്ളാഹുവിന് ഇഷ്ടമാണ് അവരെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് പരിഗണന ഉണ്ടെന്ന്. എന്ന് വെച്ചാൽ അവിടെ വാർദ്ധക്യമായാൽ പിന്നെ പടച്ചവനെ ഓർക്കണ്ട, യൗവനത്തിൽ ഓർത്തില്ലല്ലോ. ആരോഗ്യ കാലഘട്ടത്തിൽ ഓർക്കാത്തവൻ രോഗാവസ്ഥയിൽ ഓർക്കണ്ട എന്നല്ല. രോഗാവസ്ഥയിലും വാർദ്ധക്യത്തിലും പൊതുവെ മനുഷ്യൻ നന്നാവും. ആ അവസ്ഥയിലും നന്നായില്ലെങ്കിൽ പിന്നെ അവനെ കുറിച്ച് എന്താ പറയുക? പക്ഷെ അതിനു മുമ്പ് ആരോഗ്യ കാലഘട്ടം, അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യം, ഈ തണ്ടലിന്റെ ബലം, രണ്ട് കാലിൽ നിവർന്നു നിൽക്കാനും ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് മറുപടി പറയാനും കഴിയുന്ന ഒരു ആരോഗ്യ കാലഘട്ടത്തിൽ അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. നമുക്ക് ആരോഗ്യമുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് കണക്കുവല്ലുണ്ടോ? ചെറുപ്പക്കാർ, യുവാക്കൾ ആലോചിക്കണം. ആരോടാ നിങ്ങൾ ഈ വെല്ലുവിളി നടത്തുന്നത് ഭൂമിയിലെ ജീവിതത്തിൽ? ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കൂടി പറഞ്ഞു, വിവാഹവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ ആരവിടെ ഏറ്റെടുത്ത് നടത്തുന്നത്? യുവാക്കള്. ഈ നാട്ടിലെ യുവാക്കള് എന്തൊക്കെ ആഭാസത്തരങ്ങളാണ് നടത്തുന്നത്? അഴിഞ്ഞാടുകയാണ് ഈ ഉമ്മത്തിന്റെ പേരിലെ. മുസ്ലിം സമുദായത്തിനകത്തല്ലാതെ ഇത്രയും മ്ലേച്ഛമായ ഒരു വിവാഹ സംസ്കാരം കടന്നു കൂടിയിട്ടില്ല. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വിവാഹ മാമാങ്കങ്ങൾക്കിടയിൽ കാട്ടിക്കൂട്ടുന്ന ഏത് പേക്കൂത്തിനും യുവത്വത്തിന്റെ സാന്നിധ്യം, അവരെ നേതൃത്വം, ഇവരാരാണ് ഇങ്ങനെ ഈ അവസ്ഥയിൽ എത്തിച്ചത്? ഒരു യുവത്വം എന്നുള്ളതും ഈ ആരോഗ്യ കാലഘട്ടം എന്നുള്ള അള്ളാഹു നൽകിയ നിഅമത്താണ് എന്ന ബോധ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് നഷ്ടപ്പെട്ടു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നാഥൻ നമ്മുടെ മുമ്പിലുണ്ട് എന്നത് മറന്നിരിക്കുന്നു. എന്തൊക്കെ അഭ്യാസങ്ങളാണ് കാണിക്കുന്നത്? റോഡിൽ മനുഷ്യൻ കാണിക്കുന്ന സാഹസങ്ങൾ, ടൂ വീലർ വെച്ചിട്ട് ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ ആരെയും വെല്ലുവിളിക്കുന്ന വിധത്തിൽ, പാവങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന വിധത്തിൽ വണ്ടി ഓടിക്കുക, അവരെയൊക്കെ അപകടത്തിൽ അവസാനം ഈ സാഹസങ്ങൾ, റൈഡുകളും മറ്റും കാണിച്ചു കൂട്ടിയിട്ട് അവസാനം ഒരൊറ്റ അപകടത്തിൽ നട്ടല് തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ നാട് നീളെ യൂട്യൂബുകളും വാട്സപ്പ് വഴിയും വീഡിയോ പ്രദർശിപ്പിച്ചിട്ട് നിവർത്തിയില്ല, പെട്ടെന്ന് സഹായിക്കണമെന്ന്. ഇവർ റോഡിൽ കാണിക്കുന്ന അഭ്യാസങ്ങളും ഇവന്റെ കുടുംബസ്ഥിതിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആരോഗ്യത്തിന്റെ ബലം, ആരോഗ്യം ഉണ്ടായതിന്റെ പേരിൽ കാണിക്കുന്ന തിണ്ണമെടുക്ക് കാണിച്ച അവസാനം കിടപ്പിലാകുമ്പോൾ നാട്ടുകാരുടെ സഹായ അഭ്യർത്ഥന, ഒന്ന് സഹായിക്കണേ, ചികിത്സ വേണം, നട്ടലിന് ക്ഷതമുണ്ട്, മസ്തിഷ്ക ക്ഷതമുണ്ട്, അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് സഹായം ചോദിക്കണേ. നിവർത്തിയില്ലാത്ത വീട്ടിലുള്ളവൻ പോലും ആരോഗ്യത്തിന്റെ പേരിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ അതൊരു അഹങ്കാരമല്ലേ? പടച്ചവനെ മതിമറന്ന് ഇങ്ങനെ ജീവിച്ചാൽ അള്ളാഹു വിടും. അള്ളാഹുവിന്റെ കയ്യിൽ തന്നെയല്ലേ ഞാൻ പിടി ഏത് മനുഷ്യന്റെയും. അതുകൊണ്ട് ജീവിതത്തിൽ ആരോഗ്യമുള്ള ഒരു കാലഘട്ടമുണ്ടല്ലോ അള്ളാഹു നൽകിയ. അതുകൊണ്ട് റസൂൽ ഖംസൻ ഖബല ഖംസ് സിഹത്തക ഖബല സഖമിക എന്ന്.
രോഗം വരുന്നതിന് മുമ്പ് ഒരു ആരോഗ്യ കാലഘട്ടം നിങ്ങൾക്കുണ്ട്. ആരോഗ്യം നിങ്ങൾക്ക് നൽകിയത് അള്ളാഹുവിനെ വെല്ലുവിളിക്കാനല്ല, പടച്ചവനെ ധിക്കരിക്കാനല്ല, യഥേഷ്ടം എന്തും ഇഷ്ടപ്പെട്ടതെന്നും നേടിയെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുമല്ല, കടമകളും കടപ്പാടുകളും മറക്കാതെ പടച്ചവനെ വിസ്മരിക്കാതെ ഈ ഭൂമിയിൽ നന്ദിയുള്ളവനായി ജീവിക്കാൻ വേണ്ടിയാണ്. പടച്ചവനോട് നന്ദി കാണിക്കണം അള്ളാഹു നൽകിയ നിഅമത്തിൽ. ഈ ആരോഗ്യം എന്നുള്ളത് അനുഗ്രഹം മാത്രമല്ല, അത് വലിയൊരു പരീക്ഷണമാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ പരീക്ഷയുടെ ചോദ്യം അള്ളാഹു മുമ്പിൽ വെക്കുന്നത് പരലോകത്തെ ആദ്യത്തെ ചോദ്യമാണ്. ഈ ആരോഗ്യം നിങ്ങൾ എങ്ങനെ വിനിയോഗിച്ചു എന്ന്. ഉത്തരം എന്താ ഉണ്ടാവുക? ആരോഗ്യ കാലഘട്ടത്തിൽ ആകെ 5 നേരം നമസ്കരിച്ചു എന്നതല്ലാതെ, അതെല്ലാവർക്കും അല്ല, നിസ്കരിച്ചവന്റെ കാര്യം പറഞ്ഞത്. ആരോഗ്യ കാലഘട്ടത്തിൽ അള്ളാഹുവിന് തൃപ്തിക്ക് വേണ്ടി മാറ്റിവെച്ച പ്രവൃത്തി എന്തെന്ന് ചോദിച്ചാൽ ചിലർക്കെങ്കിലും 5 നേരം നമസ്കരിക്കാൻ വേണ്ടി മാറ്റിവെച്ചു എന്ന് പറയാൻ കഴിയുമെന്നല്ലാതെ ബാക്കി എന്താ ഉള്ളത്? ബാക്കിയൊന്നുമില്ല. അള്ളാഹുവിനെ നോക്കിയിട്ടേ ഇല്ല. നമ്മൾ സ്വതന്ത്രമായി ജീവിക്കായിരുന്നു, നമ്മൾ അടിച്ചു പൊളിക്കായിരുന്നു. ഇവിടെ അടിച്ചു പൊളിക്കാനുള്ള ജീവിതമല്ല ഒരിക്കലും ആരോഗ്യ കാലഘട്ടം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ മനുഷ്യൻ പഞ്ചിതരായി പോകുന്ന, പരാജയപ്പെട്ടു പോകുന്ന ഒരു പരീക്ഷയാണ് ആരോഗ്യം എന്നുള്ളത്. അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയണം. ആരോഗ്യമുള്ള കാലഘട്ടം അള്ളാഹുവിന് ഏറ്റവും നന്ദിയുള്ളവനായി, അള്ളാഹുവിന്റെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് വിശ്വാസികളോടും കുടുംബങ്ങളോടുമുള്ള കടമകളും കടപ്പാടുകളും പൂർത്തീകരിച്ചുള്ള ഒരു ജീവിത സാഹചര്യമായിരിക്കണം എപ്പോഴും ഉണ്ടാവേണ്ടത്. അതിലെല്ലാവരും എന്ത് ചെയ്യുക? ശ്രദ്ധ പുലർത്തുക. ഇത് കഴിഞ്ഞു വരാനിരിക്കുന്നത് രോഗമോ മരണമോ ആണ്. അപ്പോൾ അതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ അത്ര ഭംഗിയേ ഉണ്ടാവുള്ളൂ. മരണത്തിനപ്പുറത്തും പ്രവർത്തിയില്ല. രോഗാവസ്ഥയിൽ നമുക്ക് ഇന്ന് ജീവിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ അവസരവുമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുക.